ദൈവം പറഞ്ഞു, എഴുന്നേറ്റു, ആ മഹാനഗരമായ നീനെവേയിലേക്ക് പോയി അതിനെതിരെ നിലവിളിക്കുക, കാരണം അവരുടെ ദുഷ്ടത എന്റെ മുമ്പാകെ എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ആ കൽപ്പന യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനാൽ അവൻ തർശീഷിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി. തർശീഷ് ഒരു കടൽത്തീര റിസോർട്ടായിരുന്നു. കടൽത്തീരത്ത് അല്പം വെയിലത്ത് കിടന്ന് ആസ്വദിക്കാമെന്നും ദൈവം മറ്റാരെയെങ്കിലും നീനെവേയിൽ ന്യായവിധി പ്രസംഗിക്കുന്ന ഈ വൃത്തികെട്ട പ്രവൃത്തി ചെയ്യാൻ അയക്കട്ടെയെന്നും അവൻ കരുതി. പക്ഷേ നിങ്ങൾക്കറിയാമോ, അനുസരണക്കേടിന്റെയും പാപത്തിന്റെയും വഴി എപ്പോഴും താഴേക്കാണ് നയിക്കുന്നത്. അത് കുറ്റബോധത്തിലേക്കും ഏകാന്തതയിലേക്കും വേർപിരിയലേക്കും നരകത്തിലേക്കും നയിക്കുന്നു. ഓരോ ചുവടും താഴേക്കാണ് നയിക്കുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകുമ്പോഴെല്ലാം നിങ്ങൾ കുഴപ്പത്തിലാണ്. എല്ലാ സമയത്തും. നിങ്ങളുടെ ഭക്തിപരമായ ജീവിതം നഷ്ടപ്പെടുത്തുമ്പോഴെല്ലാം, പ്രാർത്ഥന സമയം നഷ്ടപ്പെടുത്തുമ്പോഴെല്ലാം, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വചനം വായിക്കുന്ന സമയം നഷ്ടപ്പെടുത്തുമ്പോഴെല്ലാം നിങ്ങൾ കുഴപ്പത്തിലാണ്. സുവിശേഷം കേട്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാത്തപ്പോഴെല്ലാം നിങ്ങൾ കുഴപ്പത്തിലാണ്. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ജീവിക്കുന്നത് ഒരു ആത്മാവായതിനാലും ആ ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ എന്നേക്കും വസിക്കുന്നതിനാലും നിങ്ങൾ നിത്യമായ കുഴപ്പത്തിലാണ്.